രാജ്യത്തെ പ്രവേശന പരീക്ഷകളുടെ പരിഷ്കരണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയെ രൂക്ഷമായി പരിഹസിക്കുകയാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധി. ഈ സമിതിയിൽ ഗോമൂത്ര വിദഗ്ധൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെങ്ങനെയാണ് വിദ്യാഭ്യാസ സംവിധാനം മെച്ചപ്പെടുത്തുകയെന്നും പ്രിയങ്ക പാർലമെന്റിൽ ചോദിച്ചിരുന്നു. സമിതിയിൽ അംഗമായ IIT മദ്രാസ് ഡയറക്ടർ V കാമകോടിയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രിയങ്കയുടെ പരിഹാസം. ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് 2025 കാമകോടി അഭിപ്രായപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനി നയിക്കുന്ന ഈ സമിതിയിൽ IIT മദ്രാസ് ഡയറക്ടർ V കാമകോടിയെ കൂടാതെ ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥ്, ഇന്റലിജൻസ് ബ്യൂറോ മുൻ ഡയറക്ടർ തപൻ ഡേക്ക, മുൻ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധനും മുൻ IAS ഉദ്യോഗസ്ഥരുമായ അമൃത്ലാൽ മീണ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ ഉന്നതതല സമിതിയിൽ IB മുൻ മേധാവി, ഒരു IT കമ്പനി ഉടമ, ഒരു ഗോമൂത്ര വിദഗ്ധൻ എന്നിവരൊക്കെയാണ് ഉള്ളതെന്ന് പ്രിയങ്ക ഗാന്ധി പരിഹസിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള BJP MPമാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. രാജ്യം ആദരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ പ്രിയങ്ക അപമാനിച്ചുവെന്ന് അനുരാഗ് ഠാക്കൂർ കുറ്റപ്പെടുത്തി. പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഒരേ പാതയിലാണെന്നും അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. മൂല്യങ്ങളെക്കുറിച്ച് അറിയാൻ അവർ RSSൽ ചേരണമെന്നും അപ്പോഴേ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തയുണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. തലച്ചോർ നന്നായി പ്രവർത്തിക്കാൻ അവർ ഗോമൂത്രം കുടിക്കണമെന്ന് കൂടെ ഠാക്കൂർ പറഞ്ഞു. നേരത്തെ ഗോമൂത്രത്തിന് ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉണ്ടെന്ന അശാസ്ത്രീയ പ്രസ്താവന നടത്തി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് കാമകോടി. 2025 ജനുവരിയിൽ ചെന്നൈയിൽ നടന്ന ഒരു ചടങ്ങിലായിരുന്നു ഇത്. ഗോമൂത്രത്തിന്റെ ഈ ഗുണങ്ങളെ പിന്തുണക്കുന്ന ശാസ്ത്രീയ പഠനങ്ങൾ നിലവിലുണ്ടെന്നും അദ്ദേഹം അന്ന് അവകാശപ്പെട്ടിരുന്നു. BJP RSS അനുകൂല നിലപാടുകളുള്ള കാമകോടിക്കെതിരെ അന്ന് രൂക്ഷമായ വിമർശനം ആണ് ഉയർന്നത്. ഇനി ആരാണ് ഈ പറഞ്ഞ കാമകോടി എന്ന് നോക്കിയാൽ ഇന്ത്യൻ സർക്കാർ പത്മ പുരസ്കാരം നൽകി ആദരിച്ച IIT മദ്രാസ് ഡയറക്ടറാണ് V കാമകോടി. വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം, ദേശീയ സുരക്ഷാ മേഖലകൾ എന്നിവയിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ രാജ്യം പ്രശസ്തമായ പത്മ പുരസ്കാരം നൽകി ആദരിച്ചത്. 1985 കെമിസ്ട്രി പരീക്ഷയിൽ ഒറ്റയക്ക മാർക്ക് മാത്രം നേടി പരാജയപ്പെട്ട ചരിത്രം കൂടെ അദ്ദേഹത്തിനുണ്ട്. ഒരു കാലത്ത് JEE പരീക്ഷ കടന്നുകൂടാൻ ബുദ്ധിമുട്ടിയ അദ്ദേഹം പിന്നീട് അതേ പരീക്ഷയുടെ ചെയർമാനായി മാറി എന്നതും ശ്രദ്ധേയമാണ്. പരാജയമെന്ന് ജീവിതത്തിന്റെ അവസാനമല്ലെന്നും മറിച്ച് പഠിക്കാനും മുന്നേറാനുമുള്ള മികച്ച അവസരമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ MS, PhD ബിരുദങ്ങൾ നേടിയ V കാമകോടി 2001 IIT മദ്രാസിൽ ഫാക്കൽറ്റിയായി എത്തുന്നു. കമ്പ്യൂട്ടർ, ആർക്കിടെക്ചർ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നിവയിൽ വിദഗ്ധനായ അദ്ദേഹം വിവിധ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച ശേഷം 2022 IIT മദ്രാസിന്റെ ഡയറക്ടറായി ചുമതലയേറ്റു. JEE പരീക്ഷാ ചെയർമാനായും കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ മൈക്രോ പ്രോസസർ വികസന പദ്ധതിയുടെ തലവനായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ജേണലുകൾ 150-ൽ-അധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ പ്രോസസറായ ശക്തി വികസിപ്പിച്ചെടുത്ത സംഘത്തിന്റെ തലവനായിരുന്നു ഡോക്ടർ V കാമകോടി. ഇത് പ്രതിരോധ, ബഹിരാകാശ മേഖലകൾ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്ക് വലിയ കരുത്താണ് നൽകി. രാജ്യത്തെ സൈബർ സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൽ അദ്ദേഹം അംഗവുമാണ്. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ഒരു ഗോശാലയിൽ നടന്ന പരിപാടിയിൽ കാമകോടി നടത്തിയ പ്രസംഗമാണ് വിവാദത്തിന് ആധാരം. ഒരു സന്യാസി ഗോമൂത്രം കഴിച്ച് 15 മിനിറ്റിൽ പനി കുറഞ്ഞത് താൻ കണ്ടിട്ടുണ്ടെന്നും ഗോമൂത്രത്തിന് ബാക്ടീരിയയ്ക്കും ഫംഗസിനുമെതിരെ പോരാടാനുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ സംഭവം മാത്രം ഓർത്തെടുത്താണ് പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് കളിയാക്കിയത്. അദ്ദേഹത്തിന്റെ നല്ല വശങ്ങൾ പ്രിയങ്ക ശ്രദ്ധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യരുടെ അസുഖം മാറ്റാൻ ഗോമൂത്രത്തിന് കഴിയുമെന്ന് ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഗോമൂത്രം ഒരു അണുനാശിനിയാണെന്ന് സ്ഥാപിച്ച ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്.